നമസ്കാരം പ്രിയമുള്ളവരെ. ഗസയിൽ ഇസ്രായേൽ കരയുദ്ധത്തിന് തയ്യാറെടുത്ത നിമിഷങ്ങളിൽ യുദ്ധവിദഗ്ധരൊക്കെ നൽകിയ ഒരു ഉപദേശമുണ്ട്. ഗസയിൽ ഒരു കരയുദ്ധത്തിന് തയ്യാറാകുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ആത്മഹത്യപരമായിരിക്കും. പ്രത്യേകിച്ചും ഇസ്രായേലിന്റെ മുൻ പ്രതിരോധ മന്ത്രിയും ഒപ്പം IDF മുൻ മേധാവി ഹർസി ഹലേവി ഉൾപ്പെടെ അത്തരം മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഗസയിൽ ഇസ്രായേലി സൈന്യം കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഇസ്രായേലി സൈന്യത്തെ സംബന്ധിച്ച് ആത്മഹത്യപരമായിരിക്കും, ഇസ്രായേലി സൈന്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുമെന്ന രീതിയിൽ ഹർസി അലവിയുടെ ഭാഗത്ത് നിന്നൊക്കെ പ്രസ്താവന ഉണ്ടായിരുന്നു. അത് യാഥാർത്ഥ്യമാകുന്നു എന്ന ചില സൂചനകളാണ് ഗസയിൽ നിന്ന് ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് ലഭിക്കുന്നത്. പ്രത്യേകിച്ചും ഗസ എന്ന് പറയുന്ന ചെറിയൊരു തുരുത്ത്, കേരളത്തിലെ ഒരു പഞ്ചായത്തിന്റെ അത്ര പോലും ഇല്ലാത്ത ഒരു സ്ഥലം കഴിഞ്ഞ 1.5 വർഷമായി ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയോട് അവരുടെ ആത്മധൈര്യത്തിൽ ഊന്നി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ നമുക്കറിയാം, അത് പിറന്നു വീണപ്പോഴേ സമ്പന്നമായിരുന്ന രാജ്യമാണ്. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ തലോടലേറ്റ് വളർന്നു വന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജൂത മുതലാളിമാർ ആ രാജ്യത്തിന് വേണ്ടി ഫണ്ട് ചെയ്യുന്നുണ്ട്. ആ രാജ്യത്തോട് തങ്ങളുടെ ആത്മധൈര്യത്തിൽ ഊന്നി പിറന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി നിൽക്കുകയാണ് ഒരു ജനത, ഗസയിലെ ജനത എന്ന് വളരെ സ്പഷ്ടമായി പറയുവാൻ കഴിയുന്ന നിമിഷങ്ങളാണിത്. കാരണം ഇന്നലെയും മിനഞ്ഞാന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലി സൈന്യത്തിന് കടുത്ത ആൾനാശം സംഭവിക്കുന്നു എന്ന് തന്നെയാണ്. ഇന്നലെ ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് വീഡിയോ സഹിതം തന്നെ അവർ വാർത്ത പ്രസിദ്ധീകരിക്കുകയാണ്. ഗസയിൽ ഇസ്രായേലി സൈന്യത്തിന് വൻ തിരിച്ചടിയാണ് ഏറ്റിട്ടുള്ളത്. ഒരു കമാൻഡർ ഉൾപ്പെടെ 3 സൈനികർ ഗസയിൽ ഹമാസിന്റെ ബോംബാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടതായി വാർത്തകൾ സൂചിപ്പിക്കുകയാണ്. ഈ സൈനികരൊക്കെ ഒരു ഹമ്മറിൽ കടന്നു വരുന്നു. ഹമാസിന്റെ അൽഗസം ബ്രിഗേഡ് അവർക്കെതിരെ ആക്രമണം നടത്തുന്നു. ആ ഹമ്മർ പൊട്ടിത്തെറിച്ച് 3 പേർ മരിക്കുന്നു. കുറച്ചധികം ആളുകൾക്ക്, 10-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഹമാസ് പറയുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുള്ള സ്ഥിരീകരണം എന്ന് പറയുന്നത് 3 പേർക്ക് പരിക്കേറ്റു, 3 പേർ മരിച്ചു എന്നാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളൊക്കെ പുറത്തു വരുന്നതേ ഉള്ളൂ. എന്തായാലും ഹമാസ് പറയുന്നത് ഈ പരിക്കേറ്റ സൈനികരെ രക്ഷപ്പെടുത്തുവാൻ വന്ന ഹെലികോപ്റ്ററുകളെയും തങ്ങൾ വെടിവെച്ച് ഓടിച്ചു എന്നാണ്. അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ വീഡിയോയിലുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ വീഡിയോ, നിങ്ങൾക്ക് ആ വീഡിയോ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്താവുന്നതാണ്. കാരണം ഈ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് ചാനലിന്റെ ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ളതുകൊണ്ടും കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ വരുന്നത് കൊണ്ടും ഞാൻ ആ വീഡിയോ ഒഴിവാക്കുകയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യാണ്. ഈ മരണപ്പെട്ട സൈനികരെ എടുത്തു നോക്കുകയാണെങ്കിൽ 3 പേരും ഒരു ഗിവാറ്റി ബ്രിഗേഡിലെ സൈനികരാണ് മരിച്ചത്. ഒമാർ വാൻ, അദ്ദേഹത്തിന് 20 വയസ്സ് മാത്രമാണുള്ളത്. ഒഫേക് ഒബ്രാമ, അദ്ദേഹത്തിനും 20 വയസ്സാണ്. ലിയോർ സ്കിൻബർഗ്, അദ്ദേഹത്തിന് 22 വയസ്സാണ്. ഈ ഗിവാറ്റി ബ്രിഗേഡിലെ ഈ 3 സൈനികരും ചെറുപ്പക്കാരാണ്. 20, 22 വയസ്സൊക്കെ ഉള്ള ആളുകളാണ് മരിച്ചത്. എന്തായാലും ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി ഗസയിൽ കരയുദ്ധത്തിൽ ലഭിക്കുന്നു എന്ന വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഗറില്ല യുദ്ധമുറകളിൽ ഹമാസിനോടൊപ്പം ഏറ്റുമുട്ടാൻ ഇസ്രായേലി സൈനികർക്ക് കഴിയുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നു എന്ന ഒരു വിശകലനം വരുന്നുണ്ട് ഈ അവസരത്തിൽ. മറ്റൊന്ന്, ഇസ്രായേൽ തങ്ങളുടെ യുദ്ധലക്ഷ്യത്തിൽ ഒരു 80% പൂർത്തീകരിച്ചു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഗസയുടെ 80% പിടിച്ചെടുത്തു കഴിഞ്ഞു എങ്കിലും ഹമാസിനെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല, ഉന്മൂലീകരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് പ്രത്യാക്രമണങ്ങൾ ഇസ്രായേലി സൈന്യത്തിന് നേരെ ഉണ്ടാകുന്നത് എന്നൊരു വിശകലനം ഏറ്റവും പ്രാധാന്യത്തോടുകൂടി തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം. മറ്റൊന്ന്, ഒരാഴ്ചക്കിടയിൽ ഹൂതികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നിരന്തര ആക്രമണങ്ങളാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് ആളുകളാണ് ബങ്കറുകളിൽ അഭയം തേടിയിട്ടുള്ളത്. അത് ഹൂതികൾ വലിയ ആഘോഷമായി തന്നെ പറയുന്നുണ്ട്. കാരണം ലക്ഷക്കണക്കിന് സയനിസ്റ്റുകളെ തങ്ങൾക്ക് ബങ്കറുകളിൽ ഒളിപ്പിച്ചു കഴിയാൻ തക്കവിധം തങ്ങളുടെ ആക്രമണം ശക്തമാക്കുവാൻ കഴിഞ്ഞുവെന്ന് ഹൂതികളുടെ ഭാഗത്ത് നിന്ന് അവരുടെ പ്രസ്താവന ഉണ്ടാകുന്നു. മാത്രമല്ല, ഹൂതികളുടെ അവശേഷിച്ച വിമാനവും ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സനയ്യ വിമാനത്താവളം ആക്രമിച്ച് നശിപ്പിച്ചിരുന്നു. ആകെ 1-2 വിമാനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ പൂർണ്ണമായും ഹൂതികൾക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത്. പക്ഷേ ഹൂതികൾ പറയുന്നത് തങ്ങൾക്ക് വിമാനങ്ങളൊന്നും ആവശ്യമില്ല ഇസ്രായേലിനെ ആക്രമിക്കാൻ, തങ്ങൾക്ക് മിസൈലുകൾ തന്നെ ധാരാളം ആണ് എന്നാണ്. നേരത്തെ ഇറാന്റെ ഒരു യുദ്ധ പ്ലാനിങ്ങും ഇങ്ങനെയായിരുന്നു. അവർ യുദ്ധവിമാനങ്ങൾക്കൊന്നും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം അന്താരാഷ്ട്ര തലത്തിലൊക്കെ അവർക്ക് ഒരുപാട് ഉപരോധങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വിമാനത്തിന്റെ പാർട്ടുകളൊക്കെ വാങ്ങിക്കുന്നതിന് വളരെ പ്രയാസമാണ്. മാത്രമല്ല നിർമ്മാണ ചെലവും ഒക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവർ മിസൈലുകൾക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ 1-2 ദിവസം ഒരു മിസൈൽ വിറ്റാൽ അവർക്ക് ഒരു 2 ബാരൽ എണ്ണ വിറ്റാൽ അവർക്ക് ഒരു ദിവസം ഒരു മിസൈൽ സജ്ജീകരിക്കുവാൻ ആവശ്യമായ ധനം സമാഹരിക്കുവാൻ കഴിയും. അതുകൊണ്ട് അവർ കൂടുതൽ മിസൈലുകൾക്കാണ് പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ
പ്രോക്സികളായ ഹൂതികളും കൂടുതൽ മിസൈലിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്തായാലും ഹൂതികൾ പറയുന്നത് തങ്ങൾക്ക് വിമാനങ്ങളൊന്നും വേണ്ട, തങ്ങൾക്ക് മിസൈലുകൾ തന്നെ ധാരാളമാണ്, ആ മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കും എന്നാണ് ഹൂതികളുടെ ഭാഗത്തു നിന്നുണ്ടായ നിലപാട്. എന്തായാലും നിരന്തരം ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് മുഹമ്മദ് ബഗേരി, അദ്ദേഹം ഇറാന്റെ സൈനിക മേധാവിയാണ്. അദ്ദേഹം പറയുന്നത് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ, നദാൻസ് പോലെയുള്ള ആണവ കേന്ദ്രങ്ങൾ തങ്ങൾ കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ തവണ ഇസ്രായേലിന്റെ ആക്രമണം ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ഉണ്ടായി എന്ന ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് സ്ഥിരീകരണം ഉണ്ടായില്ല, പക്ഷേ ഇറാൻ അത് നിഷേധിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ മുഹമ്മദ് ബഗേരിയുടെ ഒരു പ്രസ്താവന അനുസരിച്ച് ഇറാൻ അവരുടെ ആണവ കേന്ദ്രങ്ങൾ കൂടുതൽ സുരക്ഷ ഒരുക്കുന്നു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം. എന്തായാലും മധ്യേഷ്യയെ സംബന്ധിച്ച് വളരെ സങ്കീർണമായ സ്ഥിതിഗതികൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് വാസ്തവം. ഇറാനും ഒപ്പം ഇസ്രായേലും യുദ്ധസജ്ജമാകുന്നു എന്ന വാർത്തകൾ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യാണ്. കഴിഞ്ഞ ദിവസം ഇറാൻ അവരുടെ രാജ്യത്ത് കൂടുതൽ ശക്തമായ മൊസാദ് വേട്ട നടത്തുന്നതായ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതായത് ഒരുപാട് മൊസാദിന്റെ ചാരന്മാർ തങ്ങളുടെ രാജ്യത്ത് കടന്നു കയറിയതായി ഇറാൻ അനുമാനിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ ഇസ്മായിൽ ഹനിയ മുതലായ ഹമാസ് നേതാക്കന്മാരെ ഒക്കെ മൊസാദ് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വരെ കടന്നു കയറി കൊല ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. മാത്രമല്ല ഇറാന്റെ ആണവ ശാസ്ത്രകാരന്മാരിൽ പ്രമുഖരായ 5 ആണവ ശാസ്ത്രകാരന്മാരെ മൊസാദ് ഇറാനിൽ കടന്നു കയറി മൊസാദിന്റെ സഹായത്തോടു കൂടി വധിച്ചിരുന്നു. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാന് വ്യക്തമായി അറിയാം മൊസാദിന്റെ സാന്നിധ്യം വളരെ വലുതാണ് ഇറാനിൽ. ഒരു യുദ്ധമുണ്ടായാൽ, കാരണം ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവായുധ ചർച്ച അതൊരു പരിസമാപ്തിയിലെത്തുന്ന ഒരു ശുഭദായകമായി അത് ഒരു കരാറിലെത്തുന്ന അവസ്ഥയില്ല എന്ന ഒരു വിശകലനത്തിലാണ് മാധ്യമങ്ങൾ. പ്രത്യേകിച്ചും ഇന്നലെ ഇറാൻ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖൊമനയുടെ പ്രസ്താവന അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചർച്ച പൊളിയുകയാണെങ്കിൽ ഒരുപക്ഷെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആക്രമിക്കുന്ന പക്ഷം ഇസ്രായേലിന്റെ ഒരുപാട് ചാരന്മാർ, മൊസാദിന്റെ ഒരുപാട് ചാരന്മാർ ഇറാനിലുണ്ട്. അവരൊരു പക്ഷേ യുദ്ധസമയത്ത് ഇറാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിച്ചേക്കാം, ആഭ്യന്തര പ്രശ്നങ്ങൾ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചേക്കാം. അതുകൊണ്ട് തന്നെ അത്തരം ചാരന്മാരെയൊക്കെ കണ്ടുപിടിക്കുവാനുള്ള ശ്രമത്തിലാണ് ഇറാൻ. മൊസാദിന്റെ ഇറാനിലെ സാന്നിധ്യം കണ്ടുപിടിച്ച് നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്ന വാർത്തകൾ ഇറാനി മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഒപ്പം ഇസ്രായേലും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. നേരത്തെ ഒക്കെ റിപ്പോർട്ട് ചെയ്താണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിൽ വരെ ഇറാൻ ചാരന്മാരുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ അവരുടെ ഏറ്റവും വിഖ്യാതമായ അയൺ ഡോമുകൾ പ്രവർത്തിക്കുന്ന ചില സൈനികർ, അവർ ഇറാന് അയൺ ഡോമുകളുടെ പ്രവർത്തന ഘടകങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ കൈമാറിയിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആണവായുധ മേഖലകൾ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രകാരന്മാർ ഒക്കെ ഇറാന്റെ ചാരവലയത്തിനുള്ളിൽ ഉൾപ്പെട്ടിരുന്ന ആളുകളായിരുന്നു, സൈനികർ എന്നൊക്കെയുള്ള വാർത്തകളും വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണ്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ രാജ്യങ്ങളിൽ കടന്നു കയറിയിട്ടുള്ള ശത്രുചാരന്മാരെ നിരീക്ഷിക്കുന്ന തിരക്കിലാണ് എന്ന വലിയ വാർത്ത അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യണം. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.